അതായത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഫാഷിസത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരാൾ നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ CPM പോലെ കാര്യങ്ങൾ വളരെ ചർച്ച ചെയ്ത് നിരീക്ഷിക്കുന്നൊരു പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയെപ്പറ്റി നിരീക്ഷണം നടത്തുമ്പോൾ ചില ടെൻഡൻസികളുണ്ട്, ചില പ്രവണതകളുണ്ട്. മോദി ഫാഷിസ്റ്റ് അല്ല, പക്ഷേ ഫാഷിസ്റ്റ് പ്രവണതകളുണ്ട്. അതായത് ഒരു ഡോക്ടർ രോഗി പരിശോധിക്കുകയാണ്, പനിയുണ്ട്, ജലദോഷമുണ്ട്, അങ്ങനെ പല പല ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇന്ന രോഗമായിട്ടില്ല, അതിൻ്റെ പ്രവണതകൾ കാണിക്കുകയാണ് എന്നാണോ പറയുക? അങ്ങനെയല്ലല്ലോ. ഇത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെയാണ് മരിക്കാൻ പോകുന്ന സമയത്തുള്ളത്, അതേ സമയത്ത് ആ രോഗി എത്തിയതിന് ശേഷം ഇത് അസുഖമാണ് എന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണോ അതിൻ്റെ രീതി? അല്ല. ഇനി അങ്ങനെയല്ല, പഴയ കാലത്ത് വന്ന അസുഖം പോലെയല്ല പുതിയ കാലത്ത് വരുന്ന അസുഖം. അതായത് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഫാഷിസവും നാസിസവും എങ്ങനെയാണോ ലോകത്തിന് ഭീഷണിയായി മാറിയത്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫാഷിസവും പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് യൂറോപ്യൻ സാഹചര്യത്തിലുണ്ടായ ഫാഷിസമാണ്, ഇത് പ്യുവറായി ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാഷിസമാണ്. ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉപയോഗിച്ച് വളരുന്നൊരു ഫാഷിസമാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ BJPയോടും മോദിയോടും, BJP എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതാണ്, അവർക്ക് MPമാരുണ്ട്, MLAമാരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. കാരണം ജനാധിപത്യത്തിൽ അവർ പങ്കെടുക്കുന്നു. അപ്പോൾ BJPയെ വിലയിരുത്തിയിട്ടാണോ ഇന്ത്യൻ ഫാഷിസത്തെ വിലയിരുത്തുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. BJPയെ വിലയിരുത്തിയിട്ടാണോ നിങ്ങൾ ഇന്ത്യൻ ഫാഷിസത്തെ വിലയിരുത്തുക, അതല്ല RSSനെ വിലയിരുത്തിയിട്ടാണോ എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വരുന്ന കാലാവസ്ഥയെപ്പറ്റി അറിയാത്തവരല്ല CPMകാർ. അതിനു മുമ്പ് ഒരു 10-25 വർഷത്തോളം അദ്ദേഹത്തിന് ആർക്കും അറിയാത്തൊരു പാസ്റ്റുണ്ട്. ആ പാസ്റ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. ആ പാസ്റ്റ് എന്താണ്? അദ്ദേഹം ഒരു RSS പ്രചാരകനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ RSS പ്രചാരകനായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് വീട് വിട്ടു പോയ ഒരാളാണ് തീരെ ചെറുപ്പത്തിലെന്ന് പറയുന്നു. ഹിമാലയത്തിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു, ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, സന്യാസിയായി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ദുരൂഹമായ, അദ്ദേഹം പറയുന്നതുകൊണ്ട് മാത്രം നമ്മൾ അറിയുന്ന ദുരൂഹമായ ഒരു പാസ്റ്റ് അദ്ദേഹത്തിനുണ്ട്. ആ പാസ്റ്റിൽ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു സംഘടനയുടെ പ്രവർത്തനമായിരുന്നു. ആ സംഘടന എന്താണ്? ആ സംഘടനയെക്കുറിച്ച് ആ സംഘടന പറയുന്നതല്ലാതെ നമുക്കറിയില്ല. അവർക്കൊരു ഭരണഘടനയില്ല. അവരുടെ സംഘടനയുടെ ആദർശങ്ങൾ, ഞങ്ങൾ RSSകാരാണ്, നിങ്ങൾ RSSൽ ചേരൂ, ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സമീപിക്കാറില്ല. അവരാളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് ആളുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അവരോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അവരുടെ ശാഖകളിൽ അവരെന്താണ് പഠിപ്പിക്കുന്നത് പുറം ലോകത്തിന് അറിയില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രചാരണ മാർഗ്ഗമില്ല. വളരെ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS.